നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രേവതി നക്ഷത്രത്തെ കുറിച്ചാണ്. രേവതി നക്ഷത്രത്തിന്റെ 2026 വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. വർഷഫലത്തെക്കാൾ ഉപരി രേവതി നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം വളരെ സുഖകരവും സന്തോഷകരവും സമാധാനപൂർണവുമായി തീരുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ രേവതി നക്ഷത്രക്കാര് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ രേവതി നക്ഷത്രക്കാര് രത്നങ്ങളൊക്കെ ധരിക്കുന്ന ആളുകളാണെങ്കിൽ ചെമ്പവിഴവും മരതകവും ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവരുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് കൊടുക്കുവാന് ഈ രത്നങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ദൈനംദിന ജീവിതത്തില് ഇവര് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ ഈ നിറങ്ങൾ, ഇനി പറയുന്ന നിറങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും പോസിറ്റീവ് എനർജി വന്നു ചേരുന്നതാണ്. ചുവപ്പ്, മഞ്ഞ, റോസ്, ഓറഞ്ച് എന്നീ നിറങ്ങളാണ് അവ. അപ്പോൾ ഇനിയും 2026 വർഷത്തെ രേവതി നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുകയാണ്. ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് കാലം കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം കാണുന്നത്. സാമ്പത്തിക ലാഭം വളരെയേറെ ഉണ്ടാകുന്ന ഒരു മാസങ്ങളാണ് ഇത്. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്കൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ പൂർവികമായിട്ടുള്ള സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. എന്നാൽ നിങ്ങൾ ചില ആളുകൾക്കൊക്കെ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ പെരുമാറുന്നതാണ്. നിങ്ങളുടെ രീതികള് ചില ആളുകളെങ്കിലും പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു രീതിയിലൊക്കെ നിങ്ങൾ പെരുമാറാൻ സാധ്യതയുണ്ട്. പല അപവാദങ്ങളൊക്കെ കേട്ടിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണ്. ചിലരുടെ നീരസമായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾക്കും മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. സ്വന്തം ഭവനമൊക്കെ നിങ്ങൾ മാറി താമസിക്കേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവര് സത്പേര് നിലനിർത്തുന്നതാണ്. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ജനുവരി 1, 7, 14, 19, 21, 24 തീയതികളും ഫെബ്രുവരി 3, 8, 14, 25, 26 തീയതികളും വളരെ ശുഭകരമാണ്. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റമൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ജലയാത്രകളൊക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കണം. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ വളരെ കരുതലോടെ ജോലി ചെയ്യാൻ ശ്രമിക്കുക. ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ അക്ഷീണമായിട്ട് പ്രയത്നിക്കുന്ന ഒരു സമയമാണ്. സഹജമായിട്ടുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ്. കുടുംബത്തില് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്തോഷ വാർത്തകളൊക്കെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അർഹതയുള്ളവരെയൊക്കെ അനുമോദിക്കാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിവാഹത്തിലേക്കൊക്കെ കലാശിക്കുന്ന ഒരു സമയമാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ്. സ്വന്തം ചുമതലകളൊന്നും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ തയ്യാറാകുകയും അതിനുവേണ്ടിയുള്ള അഹോരാത്ര പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതാണ്. തൊഴിൽ മേഖലയിലെ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. മാർച്ച് 2, 8, 16, 20, 27 തീയതികളും ഏപ്രിൽ 3, 6, 14, 19, 25 തീയതികളും വളരെ ശുഭകരമാണ്. പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രയൊക്കെ വേണ്ടിവരുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്.
സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. തൊഴിൽപരമായിട്ട് വളരെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് വളരെ സന്തോഷത്തോട് പോകുന്ന സമയത്ത് ചില ശത്രുദോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ പണം നഷ്ടമാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു സമയമാണിത്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ ഒക്കെ വാക്കുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഏറ്റെടുത്ത ജോലിയൊക്കെ ചെയ്തു തീർക്കുവാനായിട്ട് നിങ്ങൾ അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കലാരംഗത്തും കായിക രംഗത്തും പൊതുപ്രവർത്തകർക്കും ഒക്കെ അർഹമായിട്ടുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. ചില ശത്രുദോഷങ്ങൾ ഉണ്ടാവാതിരിക്കുവാനായിട്ടും അതിൽ നിന്ന് അകന്നു പോകുവാനായിട്ടും വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നന്നായി വരുന്നതാണ്. മെയ് 4, 7, 11, 18, 28 തീയതികളും ജൂൺ 6, 17, 19, 23 തീയതികളും വളരെ ശുഭകരമാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കാലം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് പുതിയ ഭവനം വാങ്ങുവാനോ പുതിയ ഭവനം പണിത് അതിലേക്ക് ഭവന പ്രവേശന കർമ്മം നടത്തുവാനോ ഒക്കെയുള്ള ഒരു സമയമാണ്. ഭവനം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വാഹന ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ മാതൃസഹായം കൂടുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് ഈ വർഷം സന്താനങ്ങളെയൊക്കെ ലഭിക്കുവാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് 2 തവണ വന്നു ചേരുന്നതാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് മേന്മയാണ് കാണുന്നത്. ബിസിനസ്സിലൊക്കെ വളരെയധികം വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ബിസിനസ് ഒക്കെ വിപുലീകരിക്കാൻ പറ്റിയൊരു സമയമാണ്. ഇഷ്ടജനങ്ങളുടെ ഒക്കെ അഭിപ്രായം നിങ്ങളുടെ മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമായി മാറും. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ലാഭം സംഭവിക്കുന്നതാണ്. എന്നാൽ ചില അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുകയും അത് ചിലരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. വാഹനയോഗമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. ജൂലൈ 9, 16, 21, 27, 29 തീയതികളും ഓഗസ്റ്റ് 4, 9, 18, 27, 30 തീയതികളും വളരെ ശുഭകരമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. നമ്മൾ ഓരോ മാസങ്ങളിലും ഓരോ മൂർത്തികളെ പറയുന്നത്, ആ മൂർത്തികളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അനുഭവ ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇനിയും അന്യമതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ പൂജിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം. സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ വർഷം മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഗുണമുള്ള ഒരു സമയമാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ഗുണഫലം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ സെപ്റ്റംബർ, ഒക്ടോബർ മാസവും ഭവന നിർമ്മാണത്തിന് പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. അതായത് 3 തവണ നിങ്ങൾക്ക് ഭവന ഭാഗ്യവും 2 തവണ വാഹന ഭാഗ്യവും 2 തവണ സന്താന ഭാഗ്യവും ഒക്കെ വരുന്ന ഒരു വർഷമാണിത്. ഈ സമയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശമൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കീഴ് ജീവനക്കാരുടെ പിൻബലത്തില് പുതിയ ജോലികളും പുതിയ ബിസിനസ്സുകളും ഒക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ്. ഭവനത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ബുധ-ശുക്ര യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതിൽ നിന്ന് ശത്രുശല്യമൊക്കെ നിങ്ങൾക്ക് കുറയുന്നതാണ്. അശുഭങ്ങളായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ദുസ്സംശയങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. സ്വപ്രയത്നം മൂലം ജീവിതത്തിൽ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ വന്നെത്തുന്നതാണ്. സെപ്റ്റംബർ 1, 10, 17, 21, 25 തീയതികളും ഒക്ടോബർ 5, 8, 12, 17, 20 തീയതികളും വളരെ ശുഭകരമാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും.
നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാവിൽ നിന്ന് സഹായമൊക്കെ കാണുന്നുണ്ട്. കൂടാതെ അന്യദേശത്തൊക്കെ താമസിക്കുന്നവര് അവിടെ സ്വന്തമായിട്ട് ഭവനമൊക്കെ എടുത്ത് അവിടേക്ക് സ്ഥിര താമസമാക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സമാന ചിന്താഗതിയുള്ളവരുമായിട്ടൊക്കെ സൗഹൃദത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ഒരുപാട് ലഭിക്കുന്നതാണ്. ധനലാഭം, ബഹുമതി എന്നിവയൊക്കെ ലഭിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ വരവിനനുസരിച്ച് നിങ്ങളുടെ ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആഡംബര വസ്തുക്കൾക്കൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തം സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വർഷ അവസാനത്തോടുകൂടി കാലം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാവുകയാണ്. ഈ 2026 വർഷം രേവതി നക്ഷത്രക്കാരുടെ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഗുണ അനുഭവങ്ങൾ വളരെയേറെയുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. ഇതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 2026 വർഷം നിങ്ങൾക്ക് സ്വപ്ന തുല്യമാക്കാവുന്ന ഒരു വർഷമാണ്. ഇത് രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ്. സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് രേവതി നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ മനസ്സിലാക്കി ഗ്രഹിച്ചെടുത്ത ഒരു ഫലമാണ്. ഇത് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഇതൊരു പൊതുഫലമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.